ജോസഫിന്റെ ചുരുക്കം പേരില്ലേ ജോസ്? അതെ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ജോസഫിന് പകരം ജോസ് എന്ന് ചേർക്കാമോ എന്നൊരു സംശയം. അതായത് മീര ജോസ്. അടിച്ചെന്നെ പല്ലിയാൻ കുടിച്ചോളെ. അത് ശരി, അപ്പന്റെ തലേ ടണ്ടി കളറാസ്കൽ. കൂട്ടുകാരികൾ പോകാനൊരുങ്ങുന്നു. എടാ വിനയ, ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ. നീ വല്ലേ കവിയും സഹൃദയനും ഒക്കെ ആണെന്നാണല്ലോ വെപ്പ്. ആരാണ് കൂടുതൽ സുന്ദരി, പ്രമീളയോ മീരയോ? രണ്ടുപേരും സുന്ദരികളാണ്. ഓ, അവന്റെ ഒരു കണ്ടുപിടുത്തം. മറ്റാർക്കും അത് അറിയാൻ പാടില്ലാത്ത പോലെ. എടാ മരങ്ങോട് അതല്ല ചോദിച്ചത്. പ്രമീള, അവൾ പ്രശാന്ത സുന്ദരമായ ഒരു നീല ജലാശയം. അയ്യോടാ. മീര, കുണിഞ്ഞിച്ചിരിച്ചു കൊണ്ടൊഴുകുന്ന ഒരു കാട്ടരി. അയ്യോ എന്റെ അപ്പ. എങ്കിൽ മഹാകവി ഒരു കാര്യം ചെയ്യും, രണ്ടുപേരെയും കുറിച്ച് ഓരോ കവിത അങ്ങോട്ട് കാച്ച്. നിന്റെ കൈയുടെ തരിപ്പും മാറും, എനിക്കൊന്ന് വായിച്ച് രസിക്കുകയും ചെയ്യാം. ചേച്ചേ, പെണ്ണുങ്ങളെ കുറിച്ച് കവിത എഴുതാൻ എനിക്ക് വേറെ ജോലിയില്ലേ? പോടാ. അയ്യോടാ, അവന് പഞ്ചാര അടിക്കാൻ വെള്ളം ഉറക്കാം. എന്തോന്നാ നേരത്തെ പറഞ്ഞേ? ആ, കാട്ടരുവിയും കാണാം, ജലാശയവും കാണാം. എഴുതി ആകാശം ഒടിഞ്ഞു വിടുകൂടാ. എന്തിനാടാ ഈ ഹിപ്പോക്രസി? വാ